ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു അഫ്ഗാനി എഗ് കറിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല, നമ്മളിത് എന്തായാലും അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് സവാള ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മളിവിടെ 2-3 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് സവാള വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 9 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 15 കാഷ്നട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുതിർത്തിട്ടൊന്നുമില്ല, നമ്മൾ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം കേട്ടോ നമുക്ക്. ഇപ്പം ഞാനിത് ഇവിടെ ഒരു 4 മിനിറ്റും കൂടെ ഒക്കെ വീണ്ടും വഴറ്റി കൊടുത്തിരുന്നു. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം എന്നല്ല, പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾക്ക് എന്തായാലും തിളപ്പിച്ചെടുക്കണമല്ലോ, അതുകൊണ്ട് പച്ചവെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഒരു 7 മിനിറ്റ് ആയിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാഷ്നട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒന്ന് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ബാക്കി നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ 2 സൈഡിലായിട്ടും ചെറുതായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ചേർക്കുന്ന സമയത്ത് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വരഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/4 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മാത്രം ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് എണ്ണ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ആ മസാലയൊക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തുനിന്നും ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, അതുപോലെ തന്നെ ഒരു 3 ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പട്ടയും ഗ്രാമ്പും ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഗ്രേവി ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം. ഇപ്പം നമ്മളിതിവിടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇത് കണ്ടോ, നമ്മുടെ പാനിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര്. നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിവിടെ തൈര് ചേർത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് 2 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീമിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്.
ഇനി നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഇതുപോലെ മസാല കായ് വരുന്ന സമയത്ത് വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഒരു തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഗ്രേവിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് മുട്ടയിലൊന്ന് പിടിച്ച് കിട്ടട്ടെ. ഇപ്പം ഞാനിതിവിടെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്നു നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്തിട്ട് ഇളക്കിയാൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി തന്നെയാണ്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.